സ്വന്തമായി ഭൂമിയുണ്ട്, പക്ഷേ രേഖയില്ലാത്തതിനാൽ സർക്കാർ സഹായങ്ങളും ആനുകൂല്യങ്ങളും നഷ്ടമാകുന്നവരുണ്ട്. തൃശൂർ തൃപ്രയാർ സ്വദേശി മണി വേലായും മക്കളും സ്വന്തമായൊരു വീടിന് വേണ്ടി വർഷങ്ങളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി വീട്, ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച മേൽക്കൂര, സാരിത്തുണികൾ കൊണ്ട് ശുചിമുറിയുടെ മറവ്. 70 വയസ്സ് പിന്നിട്ട മണിവേലായിയുടെ വീടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേർന്നതാണ്. ഭർത്താവ് വേലായിയുടെ അച്ഛൻ ചെറുകണ്ഠന്റെ പേരിൽ കുടികിടപ്പ് അവകാശമായി കിട്ടിയതാണ് മണിയുടെ കുടിലിരിക്കുന്ന ഭൂമി. ബന്ധുക്കളും മക്കളും കൊച്ചുമക്കളുമൊക്കെയായി തലമുറകൾ വളർന്നപ്പോൾ 10 സെന്റ് ഭൂമിയുടെ അവകാശികൾ 32 പേരായി മാറി. ഭൂമി ഉണ്ടെങ്കിലും ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമല്ലാത്ത അവസ്ഥ. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് വീട് നിർമ്മാണത്തിനായി അപേക്ഷിച്ച സർക്കാർ പദ്ധതികളിൽ നിന്നെല്ലാം മണിയുടെ പേര് ഒഴിവാക്കപ്പെട്ടത്. അവരോടൊന്നും പറഞ്ഞിട്ട് അവരോട്ട് നേരാക്കണമില്ല. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എപ്പോഴായാലും എനിക്ക് പറ്റില്ല. അവർ കുറേ ആൾക്കാരുള്ളതല്ലേ. ആരെങ്കിലും വല്ലതും ചെയ്തു തന്നാൽ എനിക്കൊരു ഭാഗ്യം എന്നുള്ളു. ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായി. ഞാൻ വെള്ളം തരുന്ന ആളിപ്പോൾ 129 വയസ്സായി കിടക്കും. നമുക്ക് ജീവിക്കണ്ടേ? നിലവിൽ താമസിക്കുന്ന കുടിലിൽ രോഗിയായ മകനും കുടുംബവും അടക്കം 6 പേരാണ് മണിക്കൊപ്പമുള്ളത്. ഒറ്റമുറിയാണെങ്കിലും അടച്ചുറപ്പുള്ള വീട്ടിൽ ഒരു ദിവസമെങ്കിലും കിടന്നിട്ട് വേണം മരിക്കാനെന്നുള്ളതാണ് മണിയുടെ അവസാനത്തെ ആഗ്രഹം. അധ്വാനിച്ച് ഭൂമി വാങ്ങാനോ വീട് വയ്ക്കുവാനോ ഉള്ള ആരോഗ്യം ഇനി മണിക്കും മകനുമില്ല. അന്നുള്ള ആവശ്യങ്ങൾക്കായി പാടുപെടുന്ന ബന്ധുക്കൾക്കും നിലവിലെ സാഹചര്യങ്ങളിൽ ആവശ്യങ്ങളേറെ. എനിക്കൊരു പണിക്ക് പോയിട്ട് 2 സെന്റ് ഭൂമി എടുക്കാനൊന്നും സാധിക്കില്ല. ചെറിയൊരു വീട് വെക്കാനാണ് സാധിക്കുന്നില്ല. എനിക്കൊരു കുഞ്ഞൊരു കൂര എങ്ങനെയും കെട്ടി ഒക്കെ കിട്ടണം. 2 സെന്റുള്ള ഒരു ചെറിയൊരു വീട്, അമ്മയുണ്ട്, എൻ്റെ മക്കളുണ്ട്. അവരെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് നേരെ ഒന്ന് കിടുമ്പോൾ ഒരടച്ചുറപ്പില്ല. സർക്കാർ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് അർഹരാവണമെങ്കിൽ ചുരുങ്ങിയത് 3 സെന്റ് ഭൂമിയുള്ളവരോ ഭൂരഹിതരോ ആയിരിക്കണം. രേഖകൾ പ്രകാരം ഇത് രണ്ടുമില്ലാത്തതാണ് മണിയുടെ അപേക്ഷകൾ നിരസിക്കുന്നതിനുള്ള ഏക കാരണമായി അധികൃതർ പറയുന്നത്. കാര്യങ്ങൾ ഓരോന്നും വിവരിച്ച് പല സർക്കാർ ഓഫീസുകളിലും അദാലത്തുകളിലും മണിയും മക്കളും പരാതികൾ നൽകി. എന്നാൽ പരാതികൾ നൽകി വർഷങ്ങൾ പിന്നിട്ടിട്ടും പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇവരുടെ വീടെന്ന സ്വപ്നം ചുവപ്പ് നാടകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.